ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അന്തർദേശീയ ആരോഗ്യ പരിരക്ഷാ ദിനം. ആരോഗ്യം എന്ന വാക്കിന് കാലാകാലങ്ങളിൽ മാറി വരുന്ന അർത്ഥമാണുള്ളത്. എങ്കിലും പൊതുവെ ശാരീരികവും മാനസികവും സാമൂഹികവുമായി പൂർണ്ണമായ ഒരു ക്ഷേമ അവസ്ഥയാണ് ആരോഗ്യമെന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. എന്തെന്നാൽ ആരോഗ്യമില്ലാത്ത വ്യക്തിക്ക് മറ്റെന്തുണ്ടെങ്കിലും ഒന്നും അനുഭവയോഗ്യമാവുകയില്ല എന്നത് തന്നെ. അതുപോലെ ഓരോ കുടുംബത്തിലെയും അംഗങ്ങളുടെ ആരോഗ്യവും പ്രധാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് തന്നെ മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള ജനതയാണ്. അതുകൊണ്ടുതന്നെ ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതും ആരോഗ്യ മേഖലയിലാണ്. നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ജനതയുടെ ആരോഗ്യത്തിൽ മുൻപ് തന്നെ ശ്രദ്ധാലുക്കളായിരുന്നു. എന്നാൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 2015-2030 പുതിയ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ സാർവത്രിക ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടുത്തിയതിലൂടെ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് താങ്ങാനാവുന്നതും ഗുണമേന്മയുള്ളതുമായ ആരോഗ്യ പരിരക്ഷ നൽകണമെന്നാവശ്യപ്പെടുന്ന ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഏകകണ്ഠമായ പ്രമേയമാണ് ഉരുത്തിരിഞ്ഞത്. അതോടെ എല്ലാ വർഷവും ഈ പ്രമേയ വാർഷികമായ ഡിസംബർ 12 അന്തർദേശീയ ആരോഗ്യ പരിരക്ഷാ ദിനമായി ആചരിക്കാൻ തീരുമാനമായി. പല രാജ്യങ്ങളിലും ആരോഗ്യ പരിരക്ഷ വളരെ അടിസ്ഥാനപരമാണ്. അതിൽ സുസ്ഥിരമായ നിരീക്ഷണമോ ദീർഘകാല പരിചരണമോ ഉൾപ്പെടുന്നില്ല. പല രാജ്യങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ സംരക്ഷണ വിതരണ സംവിധാനങ്ങളെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നുമില്ല. കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങൾ ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് പര്യാപ്തമായ രീതിയിൽ ലഭിക്കുന്നില്ല എന്നാണ് പഠനങ്ങൾ തെളിയിച്ചത്. ഇങ്ങനെ തികച്ചും പ്രാഥമികമായ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തി ആരോഗ്യമേഖലയെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം 2016 തുടങ്ങിയെങ്കിലും കോവിഡ് മഹാമാരിയോടെ ലോകത്താകമാനം ആരോഗ്യമേഖലയിൽ നല്ല രീതിയിലുള്ള പരിവർത്തനങ്ങളുണ്ടായി. ശക്തവും പ്രതിരോധശേഷിയുള്ളതുമായ ആരോഗ്യ സംവിധാനങ്ങളുടെയും സാർവത്രിക ആരോഗ്യ പരിരക്ഷയുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്താൻ ലക്ഷ്യമിടുന്ന നിരവധി പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തുടക്കം കുറിച്ചു. ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകളും പ്രചാരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയായിരുന്നു ആദ്യഘട്ടം. സൗജന്യ ചികിത്സയിലൂടെ ഏവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുകയായിരുന്നു അടുത്ത ഘട്ട പ്രവർത്തനം. അതിനുവേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ആയുഷ്മാൻ ഭാരത്, ആം ആദ്മി ഭീമാ യോജന, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന തുടങ്ങിയവ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ആരോഗ്യ പരിരക്ഷാ പദ്ധതികളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇതുപ്രകാരം ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. എല്ലാ ചികിത്സയും തികച്ചും സൗജന്യമാണ്. ഇത് ഭാരിച്ച ചികിത്സാ ചെലവുകൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന സാമൂഹിക പ്രവണത ഇല്ലാതാക്കാൻ ഒരു പരിധിവരെ സഹായകമാകും. ഇക്കഴിഞ്ഞ നവംബറിൽ രാജ്യത്തെ 70 വയസ്സായ എല്ലാവർക്കും പൂർണ്ണമായി സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കമിട്ടു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ പദ്ധതികളെക്കുറിച്ച് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ബിജോയ് വാർത്താ തരംഗിണിയോട്. കേരളത്തിൽ നമ്മൾ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിലേക്ക് ഭാഗമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു പ്രോഗ്രാം എന്തെങ്കിലും ഒരു പബ്ലിക് ഫണ്ടഡ് ഇൻഷുറൻസ് സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നത് 2008 മുതലാണ്. 2008 മുതൽ RSBY ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 2019 കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇൻഷുറൻസ് പ്രോഗ്രാമും ലയിപ്പിച്ച് ഒരു കൊടക്കയിൽ കൊണ്ടുവരിക എന്നുള്ള ഗവൺമെന്റ് തീരുമാനത്തിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എന്നുള്ള ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കുകയും അതുവരെ ഉണ്ടായിരുന്ന RSBY, ചിസ് പ്ലസ് അങ്ങനെയുള്ള എല്ലാ ഇൻഷുറൻസ് പ്രോഗ്രാംസും ഒറ്റ കൊടക്കയിലേക്ക് കൊണ്ടുവരികയും ആയുഷ്മാൻ
ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നുള്ള രീതിയിൽ കോബ്രാൻഡ് ചെയ്തുള്ള ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് വരുന്നത് 2018-19 രജിസ്റ്റർ ചെയ്തിട്ടുള്ള RSDY രജിസ്റ്റർ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ബെനിഫിഷ്യറീസ്, അതായത് 42 ലക്ഷം കുടുംബങ്ങളെയും നമ്മൾ ഈ പദ്ധതിയിലേക്ക് ചേർത്തു. കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ 93 ലക്ഷം കുടുംബങ്ങളാണ് മൊത്തത്തിൽ കേരളത്തിലുള്ളത്. അതിൽ 42 ലക്ഷം കുടുംബങ്ങളെ നമ്മൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പുറമെയുള്ള ഇതിനകത്ത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആൾക്കാർ, എന്നാൽ അവരുടെ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്കീം ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീം എന്നാണ് പറയുന്നത്. നമ്മളുടെ ആശുപത്രികളിൽ തന്നെയുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കിയോസ്കുകൾ എംപാനൽ ചെയ്ത് 558 ആശുപത്രികളിലും അവൈലബിൾ ആണ്. ഈ ആശുപത്രികളിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാണോ എന്ന് ചെക്ക് ചെയ്യുകയും അതിൽ എലിജിബിൾ അല്ലാത്ത 3 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എല്ലാ ആൾക്കാരിലും കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീമിനകത്തും ട്രീറ്റ്മെന്റ് സൗജന്യമായിട്ട് നൽകി വരികയാണ്. കാരുണ്യ ബെനവലന്റ് ഫണ്ടിനകത്ത് വരുന്നത് ലൈഫ് ടൈം 2 ലക്ഷം രൂപയാണ് പരമാവധി ചികിത്സാനുകൂല്യം ലഭ്യമാക്കുന്നത്. എന്നിരുന്നാലും കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് 1 ലക്ഷം കൂടെ അഡീഷണൽ കൊടുത്ത് 3 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പുറമെ ഇപ്പോൾ നടപ്പിലാക്കുന്ന പ്രോഗ്രാമാണ് ആരോഗ്യകിരണം. ആരോഗ്യകിരണം പദ്ധതി നമ്മളുടെ RBSK എന്നുള്ള സ്കീം NHM മുഖേന നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ 30 ഡിസീസ് കണ്ടീഷൻസ് ആണ് RBSK സ്കീമിലുള്ളത്. ഈ 30 ഡിസീസ് കണ്ടീഷനിൽ വരാത്ത മറ്റെല്ലാ അസുഖങ്ങളും വരുന്ന 18 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ഉള്ള സൗജന്യ ചികിത്സ. ഈ ആരോഗ്യകിരണത്തിന് ഒരു പ്രത്യേകത, OP ചികിത്സയും ഇതിന്റെ ഭാഗമായിട്ട് സൗജന്യമായി നൽകി വരുന്നുണ്ട്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നിവയ്ക്കെല്ലാം ഉള്ള ധനസഹായം ആരോഗ്യകിരണം പദ്ധതി വഴി നടപ്പിലാക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ലിമിറ്റ് ഒന്നുമില്ല. ഇതിന് 2 കണ്ടീഷൻസേ ഉള്ളൂ. ഇൻകം ടാക്സ് പെയറോ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ബന്ധുക്കളോ അല്ലാത്ത എല്ലാ കുട്ടികൾക്കും ആരോഗ്യകിരണം സ്കീം വഴിയുള്ള പദ്ധതി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതായിരിക്കും. ഇതിന് പുറമെ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് സുധിതരംഗം പദ്ധതി. പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സുധിതരംഗം പദ്ധതി. ഇതിന്റെ മെയിൻ്റനൻസ്, വാർഷികമായിട്ട് വരുന്ന മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ഇതിന്റെ പ്രോസസർ അപ്ഗ്രഡേഷൻ എല്ലാം ഇതിന്റെ കൂടെ തന്നെ സൗജന്യമായി നൽകുന്ന ഒരു പദ്ധതിയാണ് സുധിതരംഗം സ്കീം. ഇത്തരം പദ്ധതികളാണ് പ്രധാനമായിട്ടും ആരോഗ്യവകുപ്പിന്റെ കീഴിൽ പബ്ലിക് ഫണ്ട് ഇൻഷുറൻസ് പ്രോഗ്രാമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 1052 രൂപ എന്നുള്ളൊരു പ്രീമിയം സീലിംഗ് സെൻട്രൽ ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് 151 കോടി രൂപയാണ് പ്രധാനമായും ഇതിനകത്ത് സെൻട്രൽ അസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത്. പ്രതിസന്ധിയിലും അല്ലാത്തപ്പോഴും ഒരേ ആരോഗ്യ സംവിധാനത്തിലൂടെ എല്ലാവരെയും എല്ലായിടത്തും സംരക്ഷിക്കുന്നതിനുള്ള പരസ്പര ബന്ധിതമായ ലക്ഷ്യങ്ങളാണ് വേണ്ടതെന്ന് കോവിഡ് മഹാമാരി നമ്മെ പഠിപ്പിച്ചു. ആരോഗ്യ സംവിധാനങ്ങൾ എല്ലാവർക്കുമായി പ്രവർത്തിക്കണമെന്നും അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും മനസ്സിലാക്കി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ എല്ലാ അർത്ഥത്തിലും മികവുള്ളതാക്കി തീർത്തു. ആരോഗ്യ പ്രവർത്തകർക്ക് തങ്ങളുടെ പ്രവർത്തന മേഖല ശുചിത്വമുള്ളതാക്കാനുള്ള സംവിധാനവും ഗവൺമെന്റ് ഒരുക്കി. ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ട അംഗീകാരം നൽകുന്നതിലും ഗവൺമെന്റ് ഏറെ ശ്രദ്ധിച്ചു. 2018 ഫെബ്രുവരിയിൽ നിലവിലുള്ള ഉപകേന്ദ്രങ്ങളെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും മാറ്റി 1,50,000 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ രൂപീകരിക്കുമെന്ന് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ദേശീയ ആരോഗ്യ മിഷൻ വെൽനസ് സെന്റർ നോഡൽ ഓഫീസർ ഡോക്ടർ എബി സുഷൻ വാർത്താ തരംഗിണിയോട്. സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമായി കേരളത്തിൽ ആർദ്രം മിഷന്റെ കീഴിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എല്ലാ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിലും ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രിവെന്റീവ്, പ്രൊമോട്ടീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേറ്റീവ് ആൻഡ് പാലിയേറ്റീവ് എല്ലാ തരത്തിലുള്ള ആരോഗ്യ ആവശ്യങ്ങൾക്കും ഉള്ള ഒരു പ്രാഥമിക പരിരക്ഷ എന്നുള്ള രീതിയിലാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഏറ്റവും കുറഞ്ഞത് 3 ഡോക്ടർമാരും 4 സ്റ്റാഫ് നഴ്സുമാരും ഉണ്ടാവും. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ OP പ്രവർത്തനം ഉണ്ടാവും. ഇത് കൂടാതെ ടെലിമെഡിസിൻ സേവനങ്ങളിലൂടെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർമാരുടെ സേവനവും ലഭ്യമായിട്ടുള്ള സെന്ററുകളാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ താഴെ കമ്മ്യൂണിറ്റി ലെവലിൽ ഏകദേശം 5000 പോപ്പുലേഷന് ഒരു ജനകീയാരോഗ്യ കേന്ദ്രം വീതമാണ് ഉള്ളത്. ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ 3 സ്റ്റാഫുകളാണ് ഉള്ളത്. ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഒരു മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ. ഇവരുടെ 3 പേരുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തിലുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ലീഡർഷിപ്പ് നൽകുക, അത് ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളതാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രധാനമായിട്ടും പകർച്ചവ്യാധികളുടെയും പകർച്ചേതര വ്യാധികളുടെയും കാര്യങ്ങളാണ് നോക്കുക. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പ്രധാനമായിട്ടും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുക.
മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഗുരുതര രോഗപീഠയുള്ള ആളുകളുടെ കാര്യങ്ങളാണ് നോക്കുക. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ഒരാഴ്ചത്തെ ആക്ഷൻ പ്ലാൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വെൽ വുമൺ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ഇതുകൂടാതെ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും അവർ ജീവിതശൈലി രോഗങ്ങളുടെ സ്ക്രീനിങ് നടത്തുന്നുണ്ട്. ശനി ദിവസം പ്രദേശത്തെ ഗുരുതര രോഗപീഠയുള്ള ആളുകളുടെ പേഷ്യന്റ് ഗ്രൂപ്പ് മീറ്റിങ്ങുകളും നടത്തുന്നുണ്ട്. എല്ലാ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളോടും അറ്റാച്ച് ചെയ്ത് നമുക്ക് ആശാപ്രവർത്തകർ, ആശാപ്രവർത്തകരാണ് സ്ഥിരമായി കമ്മ്യൂണിറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. അവര് എല്ലാ മാസവും ഏറ്റവും കുറഞ്ഞത് 50 വീടുകളെങ്കിലും കയറി ആ വീടുകളിലുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് വേണ്ടുന്ന ലിങ്ക് ആരോഗ്യ സംവിധാനവുമായിട്ട് കൊണ്ടുവരുന്നത് ആശാപ്രവർത്തകരാണ്. ആ സേവനങ്ങളെ ശരിയായ രീതിയിൽ ബന്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ആശാപ്രവർത്തകരുടെ ഒരു മേജർ റോൾ. ശൈലി എന്ന് പറഞ്ഞ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി ആശമാർക്ക് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ കിടപ്പിലായ രോഗികൾക്ക് ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ വഴി പാലിയേറ്റീവ് കെയർ സംവിധാനം നിലവിലുണ്ട്. നഗരപ്രദേശങ്ങളിൽ നമുക്ക് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണുള്ളത്. ഈ സ്ഥാപനങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് OP നിലവിലുള്ളത്. ഇത് കൂടാതെ ആഴ്ചയിൽ 2 ദിവസം വീതം സ്പെഷ്യലിസ്റ്റ് OP കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണ് ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വരുന്നത്. കടലും കായലും മലനിരകളും ഒക്കെ ചേർന്ന് പ്രകൃതി രമണീയമായ നമ്മുടെ നാട്ടിൽ ഭൂപ്രകൃതിക്കനുസരിച്ച പൊതുവായിട്ടുള്ളതല്ലാത്ത സാംക്രമിക രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കാണാറുണ്ട്. മലയോര പ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കടലോര മേഖലയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ. എല്ലായിടത്തും ഒരുപോലെ വരുന്ന രോഗങ്ങളിൽ ചില മേഖലകളിൽ ഇത് ഏറിയും കുറഞ്ഞും ഇരിക്കും. വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉയർന്ന മേഖലകളിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായ ജനതയായിരിക്കും. അവിടെ ആരോഗ്യ പ്രവർത്തകർക്ക് ബോധവൽക്കരണ പ്രവർത്തികൾ കുറവായിരിക്കും. എന്നാൽ ആദിവാസി ഗോത്രമേഖലകൾ ധാരാളമുള്ള ജില്ലകളിലെ പ്രവർത്തനം കുറെ കൂടി കാര്യക്ഷമമായിരിക്കണം. ഇടുക്കി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബിൻ ജി ജോസഫ് വാർത്താ തരംഗിണിയോട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട്. അത് ഭൂമിശാസ്ത്രപരമായിട്ടാവട്ടെ പല കാരണങ്ങൾ കൊണ്ടും പരിമിതികളുള്ള ഒരു ജില്ലയാകുമ്പോഴും ആരോഗ്യരംഗം അതിനെ പരമാവധി ഓവർകം ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈമറി സെക്കൻഡറി കെയർ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള നടപടികളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ആർദ്രത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം പേഷ്യന്റ് ഫ്രണ്ട്ലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് അവിടെ അഡീഷണൽ HR പോസ്റ്റ് ക്രിയേഷൻസ് നടന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ലാബ് സ്ട്രെങ്തനിങ് വലിയൊരു പരിധിവരെ നടക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ 3-4 സ്ഥാപനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലും തന്നെ ഒരു റീസണബിളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ലാബ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ പറ്റിയിട്ടുണ്ട്. ലാബ് ടെക്നീഷ്യൻസ് അവിടെ പോസ്റ്ററാണ്. അതുകൂടാതെ മെഡിസിൻസിന്റെ അവൈലബിലിറ്റി ഒരു പരിധിവരെ PSC CSC ലെവലിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡ് തല പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സബ് സെന്റർ തലത്തൊട്ട് CSC തലത്തിലും നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ മാറ്റമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇംഗ്ലണ്ട് ഹോസ്പിറ്റലിൽ ഇപ്പം ഒരു ജില്ലാ ആശുപത്രിയായിട്ട് മാറുന്ന ഒരു ഘട്ടത്തിലാണ്. ഒരു ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനവും ഇപ്പം ആരംഭിച്ചിരിക്കുകയാണ്. ഡയാലിസിസ് യൂണിറ്റ് അല്ല അടിമാലിയിൽ മാത്രമല്ല, തൊടുപുഴയിലും ഇടുക്കിയിലും കട്ടപ്പനയിലും ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റ് ഫംഗ്ഷനിലാണ്. അതോടൊപ്പം ഒരു ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം അടിമാലിയിൽ പ്ലേയിലാണ്. ഇടുക്കിയിൽ ഓൾറെഡി ഒരു എക്യുപ്ഡ് ആയിട്ട് ബ്ലഡ് ബാങ്ക് ഉണ്ട്. പണ്ട് ഹ്യൂമൻ റിസോഴ്സ് വൈസ് ഒരുപാട് പരിമിതികൾ ഇടുക്കി ജില്ലയ്ക്ക് ഉണ്ടായിരുന്നു. മെഡിസിൻസിന്റെ അവൈലബിലിറ്റിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഹോസ്പിറ്റൽസിലുള്ള എക്യുപ്മെന്റ്സ്, ഈ ലാബ് ഫെസിലിറ്റീസ് എല്ലാം വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൽ നിന്നാണ് വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൊടുപുഴയും അടിമാലിയും നെടുങ്കണ്ടവും പീരുമേടും ഈ 4 ഹോസ്പിറ്റലിലാണ് ഡെലിവറി പോയിന്റ്സ് ആയിട്ടുള്ളത്. സൈക്കോളജിക്കൽ കെയറും ഒബ്സ്റ്ററ്റിക് കെയറും അവിടെ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. 1961 സ്റ്റാഫ് പാറ്റേണിലാണ് ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുന്നത്. അതിന് ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് പോസ്റ്റ് ക്രിയേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ ആൾക്കാർ ഗവൺമെന്റ് സെക്ടറിലേക്ക് വരുന്നുണ്ടെന്നുള്ള ഒരു വലിയ മാറ്റമാണ്. കാരണം പണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്ന എല്ലാ കാര്യത്തിലും ആ ഒരു വലിയ ഷിഫ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് മുന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ പോലും രോഗി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആശ്രയിക്കുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറുന്നു. സ്വാഭാവികമായിട്ടും കേസ് ലോഡ് വളരെയധികം കൂടുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ. ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിനകത്ത് ഈ ഡോക്ടേഴ്സിന്റെയും അതോടൊപ്പം ബാക്കി കാറ്റഗറി സ്റ്റാഫിന്റെയും ഷോർട്ടേജ് ഒരു വലിയ പരിമിതിയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പേഷ്യന്റിന് ക്വാളിറ്റി കെയർ കൊടുക്കാനുള്ള ഒരു സമയം പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞിരിക്കുന്ന വയലൻസും അറ്റാക്കും പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതുകൂടാതെ ഒരു പേഷ്യന്റിന്റെ റൈറ്റാണ് റീസണബിൾ ആയിട്ടുള്ള സമയം എടുത്ത് ഡോക്ടർ അവരെ പരിശോധിക്കാൻ വരുന്നത്. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ആരോഗ്യ പരിരക്ഷാ നിലവാരം തികച്ചും പ്രശംസാർഹമാണ്. സാധാരണക്കാർക്ക് സൗജന്യമായി ചികിത്സ നൽകുന്നതും തുടർച്ചയായി നിരീക്ഷിക്കുന്നതും പാലിയേറ്റീവ് ചികിത്സ സൗജന്യമായി നൽകുന്നതും ശ്രേഷ്ഠം. നമ്മുടെ ആതുരാലയങ്ങളിൽ ആവശ്യത്തിന് ജീവനക്കാരെ ലഭ്യമാക്കുക കൂടി ചെയ്താൽ മാത്രമേ ഓരോ രോഗിക്കും അവർ അർഹിക്കുന്ന സേവനം നൽകാൻ കഴിയുകയുള്ളൂ. ആരോഗ്യ മേഖലയിൽ ഇത്രമാത്രം മാറ്റങ്ങൾ വന്ന സ്ഥിതിക്ക് മാനവ വിഭവശേഷിയിലൂടെ മെച്ചപ്പെട്ട സേവനം നമുക്ക് പ്രതീക്ഷിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു.
ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത VS. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.